പ്രതിഷേധാർഹം മാത്രമല്ല, അതിക്രൂരമാണ്, നിഷ്ഠൂരാണ്. ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ജനങ്ങളെല്ലാം ആ വിഷ്വൽസ് കാണുകയല്ലേ. അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു രൂപം എന്ന് വരുത്താൻ പറ്റുമോ? യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെ അതിക്രമം കളിക്കത്തക്ക വിധത്തിലുള്ള സംഭവം അവിടെ ഉണ്ടായത്? അവിടെ ഒരു ജനങ്ങൾ ഒരുമിച്ച് കൂടി, ആ ഒരുമിച്ച് കൂടിയ ആളുകളെ ഇനി പിരിച്ചു വിടണമെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് ചെയ്യുന്ന ചില മര്യാദകളില്ലേ, അതല്ലല്ലോ. ഒറ്റയ്ക്കൊരാളിനെ ഉന്നം വെച്ച് ആ ആളിനെ തകർക്കണമെന്ന തീരുമാനത്തോടു കൂടി ക്രൂരമായ മർദ്ദനം, അതാണ് നടന്നത്. SP പറയുന്നത് മർദ്ദിച്ചിട്ടില്ല, പോലീസ് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല, ഗ്രനേഡ് പ്രയോഗം മാത്രമാണ്. അതായത് ഈ ആൾക്കൂട്ടത്തെ പിടിച്ച് 1.5 മണിക്കൂറിലധികം സമയം റോഡ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഗ്രനേഡ് പ്രയോഗം മാത്രമാണ്, തല്ലിയിട്ടില്ല എന്നുള്ളതാണ് റൂറൽ SP പറയുന്നത്. ഷാഫി പറമ്പലിൻ്റെ മൂക്കിനിട്ടാണോ അപ്പോൾ ഗ്രനേഡ് എറിഞ്ഞത്? മൂക്കിൻ്റെ പാലം പൊട്ടിയല്ലോ. അപ്പോൾ വധിക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞതാണ്. വാക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെങ്കിൽ ഷാഫി പറമ്പലിൻ്റെ മൂക്കിനെങ്ങനെയാണ് ഗ്രനേഡ് കൊണ്ടാണോ പരിക്ക് പറ്റിയത്? ആണെങ്കിൽ പറയട്ടെ, SP പറയട്ടെ, അങ്ങനെയാണോ? അപ്പോൾ അത് ബോധപൂർവമായിട്ട് കള്ളത്തരം പറയുകയാണ്. ആളുകളെ പിരിച്ചു വിടുന്നതിന് വേണ്ടി ഇതൊന്നും അല്ലല്ലോ നടപടി, അതിനുള്ള നടപടികൾ വേറെയാണ്. ഇവിടെ പോലീസ് എന്ന് പറയുന്നത് യഥാർത്ഥ പോലീസാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കും. പക്ഷേ ഇവിടെ യഥാർത്ഥ പോലീസല്ല. 10 കൊല്ലത്തിനുള്ളിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പാർട്ടിക്കാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായിസാണ്, യൂണിഫോം ഇട്ട ഗുണ്ടായിസം. അതിനോടൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തെങ്കിലും മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് മറച്ചുവെക്കൽ. ഇത് ഇപ്പം കേരളം കത്തിക്കൊണ്ടിരിക്കല്ലേ. കേരളത്തിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനം സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അതുപോലുള്ള സംഭവങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിനകത്ത് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിനകത്തെ വാദിഭാഗത്ത് നിൽക്കുന്ന ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സിയമോട്ടോ കേസെടുത്തതാണ്. അതിനകത്തെ കള്ളന്മാരെ എന്നിട്ടും ഈ ഗവൺമെൻറ് പിടിച്ചില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് സത്യത്തിൽ ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കടത്തിക്കൊണ്ടുപോയത്. അതിന് പോലീസിൻ്റെ എസ്കോർട്ട് ഉണ്ടായിരുന്നല്ലോ. അവരല്ലേ ഇത് കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു കൊടുത്തത്. ഷാഫിക്ക് എതിരെയുള്ളത്, അതായത് പല നേതാക്കളും പറയുന്നത് ഈ വടകരയിൽ തോറ്റതിൻ്റെ ഒരു ദേഷ്യം തീർക്കൽ കൂടിയാണ് എന്നുള്ളത്, അത്തരത്തിൽ കരുതുന്നുണ്ടോ? അങ്ങനെ ദേഷ്യം കേൾക്കാൻ അവരുടെ മാത്രമായ ഒരു മണ്ണാണോ കേരളം? അങ്ങനെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമുക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കാൻ പറ്റുമോ? അതല്ല ജനാധിപത്യത്തിൻ്റെ ഒരു കാതലായ ഭാഗം എന്താ? ജനവിധി അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ ജനവിധി ഷാഫിക്ക് അനുകൂലമായിരുന്നു. വമ്പിച്ച ഭൂരിപക്ഷം കിട്ടി. ആ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാലെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ? അതൊരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തുടർച്ചയായിട്ട് നിയമസഭയിലടക്കം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഈ ബോഡി ഷെയ്മിങ്ങുകളും ആളുകളെ പരിഹസിക്കുന്നുണ്ടാക്കുന്നു. ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള പോലീസിൻ്റെതായിട്ടുള്ള നരനായാട്ട് പോലെയുള്ള പ്രവർത്തികളൊക്കെ ആരംഭിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ മൊത്തത്തിലൊരു താളം തെറ്റി ഒരു പരിഭ്രാന്തരായി നടക്കുകയാണ്. അതല്ല, ഇവർക്കെതിരെ ആരെന്ത് പറഞ്ഞാൽ അവരെ അങ്ങ് ഭസ്മീകരിക്കുക എന്നുള്ളതാണ് നടപടി. അത് ബോഡി ഷെയ്മിംഗ് എങ്കിൽ ബോഡി ഷെയ്മിങ്, അതല്ല മർദ്ദനമെങ്കിൽ മർദ്ദനം, അതല്ല മറ്റെങ്കിലും കേസും മറ്റ് നടപടികളാണെങ്കിൽ ആ നടപടി. എന്തായാലും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ വിമർശിച്ചോ അവർക്കെതിരായി എന്തെങ്കിലും നടപടി എടുക്കും എന്നൊരു വാശിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. വിനാശകാല വിപരീത ബുദ്ധി, അതാണ് ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 7-8 മാസം അല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസിനെ കൊണ്ട് കടും വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിൽക്കുകയല്ല, കേരളത്തിൽ നിൽക്കാൻ പോകുന്നില്ല.